ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടന്ന മത്സരത്തിൽ സൗദി ക്ലബ്ബായ അൽ ഹിലാൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. 3-4 ഗോളുകൾക്കായിരുന്നു അൽ ഹിലാൽ ഈ മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയത്. അടിയും തിരിച്ചടിയും കണ്ട ഒരു ത്രില്ലർ മത്സരമായിരുന്നു ഇത്. ഏറ്റവും ഒടുവിൽ സിറ്റിയുടെ വെല്ലുവിളി അതിജീവിച്ചുകൊണ്ട് അവരെ പുറത്താക്കാൻ അൽ ഹിലാലിന് സാധിക്കുകയായിരുന്നു. ഈ മത്സരത്തിലെ പ്രധാന വ്യത്യാസം രണ്ട് ടീമിൻ്റെയും ഗോൾ കീപ്പർമാരാണ്. അതായത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്രസീലിയൻ ഗോൾ കീപ്പറായ എഡേഴ്സൺ മോശം പ്രകടനമാണ് നടത്തിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. അതേസമയം അൽ ഹിലാലിന്റെ ഗോൾ കീപ്പറായ യാസിൻ ബോനോ ഗംഭീര പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ആ ഒരു വ്യത്യാസം അവിടെ വളരെ വ്യക്തമായിരുന്നു. മത്സരത്തിൽ ഉടനീളം അത് നിഴലിച്ച് കാണുകയും ചെയ്തു. അതായത് എഡേഴ്സൺ അൽ ഹിലാലിൽ നിന്നും ആകെ 6 ഷോട്ടുകളാണ് നേരിട്ടത്. അതിൽ 4 ഗോളായി മാറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സേവ് വരുന്നത് 112ാമത്തെ മിനിറ്റിലാണ്. അത് തന്നെ ഒരു ഗോൾ കലാശിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതേസമയം യാസിൻ ബോനോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആകെ 14 ഷോട്ടുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി അത്രയധികം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ 3 ഗോളുകൾ മാത്രമാണ് അദ്ദേഹം വഴങ്ങിയിട്ടുള്ളത്. അവിടെ തന്നെ ആ ഒരു വ്യത്യാസം നമുക്ക് വളരെ വ്യക്തമാണ്. എഡേഴ്സന്റെ മോശം പ്രകടനം മാഞ്ചസ്റ്റർ സിറ്റിക്ക് വിനയായി എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതേസമയം യാസിൻ ബോനോയുടെ ഒരു മികവ് അവിടെ അൽ ഹിലാലിന് തുണയാവുകയും ചെയ്തു എന്നുള്ളതാണ്. ചില സന്ദർഭങ്ങളിൽ എഡേഴ്സന്റെ ഭാഗത്ത് നിന്ന് മോശം പ്രകടനങ്ങളാണ് ഉണ്ടാവാറുള്ളത്. അത് മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് വക നൽകുന്ന ഒന്നാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.